self-employed or creative professional. ഇവർക്ക് ജോലി ഉണ്ടാകാം, ജോലി ഇല്ലാതിരിക്കാം. ജോലി ഇല്ലാതെ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ആളുകളാകാം, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായിട്ടും സാലറിയും അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളാകാം. ഈ രണ്ട് കൂട്ടർക്കും ഈ 44 ADAയിൽ ചേരാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണ്. ഇനി എലിജിബിൾ അല്ല എങ്കിൽ അത് നമ്മൾ അവസാനം നോക്കും, എലിജിബിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ക്രിയേറ്റീവ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫിലിം ആർട്ടിസ്റ്റ് പോലെയുള്ള ആളുകൾ, മമ്മൂട്ടി, മോഹൻലാലൊക്കെ പോലെയുള്ള ആളുകൾ, അവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. 44 ADAയിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് രണ്ട് ബെനിഫിറ്റ്സാണ് കിട്ടുന്നത്. ഒന്ന്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട്, ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. Let us start one by one. A person carrying on a legal profession. ഒരു ലീഗൽ പ്രൊഫഷൻ ക്യാരി ചെയ്യുന്ന ആളുകൾ, അഡ്വക്കേറ്റ്സ്, ലോയേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളുകൾ. എ പേഴ്സൺ ക്യാരിയിങ് ഓൺ എ മെഡിക്കൽ പ്രൊഫഷൻ, ഡോക്ടേഴ്സ്, നമ്മുടെ ഡോക്ടേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ഈ മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളാണ്. അവർ ഈ പ്രൊഫഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. എ പേഴ്സൺ ക്യാരിയിങ് ഓൺ എഞ്ചിനീയറിംഗ് ഓർ ആർക്കിടെക്ചറൽ പ്രൊഫഷൻ, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, ഇവരൊക്കെ സ്വന്തമായിട്ട് ഒരു പ്രൊഫഷണൽ ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്നയാളാണ്. അവർക്ക് ഒരു സാലറി ഇൻകം ഉണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ചെയ്യും. ഇത് നമ്മളുടെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നതിനകത്ത് വരുന്ന ഇൻകം ആണ്. ദെൻ എ പേഴ്സൺ ക്യാരിയിങ് ഓൺ ദ പ്രൊഫഷൻ ഓഫ് അക്കൗണ്ടൻസി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എക്സാമ്പിളാണ്. എ പേഴ്സൺ ക്യാരിയിങ് ഓൺ ദ പ്രൊഫഷൻ ഓഫ് ടെക്നിക്കൽ കൺസൾട്ടൻസി, ഇത് നമുക്കൊരു അല്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എന്താണ് ഈ ടെക്നിക്കൽ കൺസൾട്ടൻ്റ് എന്ന് വിളിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എ പേഴ്സൺ ക്യാരിയിങ് ഓൺ ദ പ്രൊഫഷൻ ഓഫ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഒരു ഇൻറ്റീരിയർ ഡെക്കറേറ്റർ. നമുക്ക് ഈ ടെക്നിക്കൽ കൺസൾട്ടൻസിക്കകത്താണ് ഒരല്പം കോംപ്ലിക്കേഷൻസ് ഉള്ളത്. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എനി കൺസിഡറേഷൻ ഫോർ ദ റെൻഡറിങ് ഓഫ് എനി മാനേജറിയൽ, ടെക്നിക്കൽ ഓർ കൺസൾട്ടൻസി സർവീസസ്. അപ്പോൾ നമ്മളൊരു മാനേജറിയൽ സർവീസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനൊരു ക്യാഷ് മേടിക്കുന്നു, കൺസിഡറേഷൻ മേടിക്കുന്നു. ടെക്നിക്കലായിട്ടുള്ള സർവീസസ് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ക്യാഷ് മേടിക്കുന്നു. കൺസൾട്ടൻസി സർവീസസ് ചെയ്യുന്നു, ക്യാഷ് മേടിക്കുന്നു. മാനേജറിയൽ സർവീസസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനേജറിയൽ സർവീസസ് ഈസ് യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ക്ലയൻറ്റ്സ്. അപ്പോൾ 10 ക്ലയൻറ്റ്സ് ഉണ്ട്, അവരുടെ ബിസിനസ് നമ്മൾ റൺ ചെയ്യുകയാണ്, മാനേജ് ചെയ്യുകയാണ്. അതിന് നമ്മൾ സാലറി അല്ല വാങ്ങുന്നത്. സാലറി വാങ്ങുമ്പോൾ നമ്മളൊരു എംപ്ലോയി ആയിട്ട് നമ്മൾ ഫുൾ ടൈം നിൽക്കേണ്ടി വരും. ഇത് നമ്മൾ അങ്ങനെയല്ല. നമ്മളൊരു ഓഫീസൊക്കെ ഇട്ടിട്ട് നമ്മൾ 10 ക്ലയൻസിൻ്റെ ബിസിനസ് റൺ ചെയ്യുകയാണ്. അവർക്ക് അത് റൺ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവർക്ക് അതിനുള്ള മാനേജറിയൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ദിസ് ഈസ് മാനേജറിയൽ സർവീസ്. നെക്സ്റ്റ് ഈസ് ടെക്നിക്കൽ സർവീസസ്. ടെക്നിക്കൽ സർവീസസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എക്സ്പെർട്ടൈസ് വേണം. ഒരു ടെക്നോളജിയിൽ ഏതിലെങ്കിലും ഒരു എക്സ്പെർട്ടൈസ് വേണം. എന്നിട്ട് നമ്മൾ ആ ക്ലയൻസിന് കൊടുക്കുന്നത് ആ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. അപ്പോൾ എനിക്കൊരു കാര്യത്തിൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട്, ഞാൻ ആ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് അവസരം കൊടുക്കും. ദെൻ കൺസൾട്ടൻസി മീൻസ് advice and consultation given to the clients for the purpose of client's business. So ക്ലയൻസിൻ്റെ ബിസിനസ്സിൽ അഡ്വൈസ് കൊടുക്കും, ഉപദേശം കൊടുക്കും, കൺസൾട്ടേഷൻ കൊടുക്കും. ഇതിനാണ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസസ് ചെയ്യുന്നവർക്കും ഈ 44 ADAയിൽ റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ്. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയാൽ ആറ് ഗ്രൂപ്പ് ആളുകൾ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ്, ഡോക്ടർ, എഞ്ചിനീയർ ഓർ ആർക്കിടെക്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ. ഇവർ മാത്രമാണോ? അല്ല. ഇനി CBD നോട്ടിഫൈ ചെയ്ത വേറെയും ആളുകളുണ്ട്. ചിലപ്പോൾ അതിലായിരിക്കും നിങ്ങൾ വരുന്നത്. എ പേഴ്സൺ ക്യാരിയിങ് ഓൺ ദ പ്രൊഫഷൻ ഓഫ് ആൻ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നയാൾ. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നോക്കാം. എ ഫിലിം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആരൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. മമ്മൂട്ടി, മോഹൻലാൽ മാത്രമല്ല, ക്യാമറാമാനും വരും. നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. ദ പ്രൊഫഷൻ ഓഫ് കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഞാൻ പറഞ്ഞു, അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹം അക്കൗണ്ടൻ്റ് അല്ല. കമ്പനി സെക്രട്ടറി ഈസ് നോട്ട് എൻ അക്കൗണ്ടൻറ്റ്.
കമ്പനി സെക്രട്ടറിക്കും 44ADAയുടെ ബെനിഫിറ്റ് കിട്ടും. ദ പ്രൊഫഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജി ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സിനകത്തൊക്കെ എക്സ്പെർട്ടൈസ് ഉള്ള പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ അവരെയാണ് ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും ഉള്ള ആളുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരാണ് ഈ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു റെപ്രസെൻറ്റ്സ് എനി അതർ പേഴ്സൺ ഓൺ പേയ്മെൻറ്റ് ഓഫ് എനി ഫീ ഓർ റെമ്യൂണറേഷൻ ബിഫോർ എനി ട്രൈബ്യൂണൽ or authority constituted or appointed by or under any law for the time being in force. സോ അയാൾക്ക് ഫീസ് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ട്രൈബ്യൂണലിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ അനുസരിച്ച് ലോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ആ അതോറിറ്റിയുടെ മുൻപിൽ റെപ്രസെൻറ്റ് ചെയ്തു, വേറൊരാളെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തതിന് അയാളൊരു ഫീസ് കിട്ടി. ആ ഫീസാണ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് കിട്ടുന്ന ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്, ഡസ് നോട്ട് ഇൻക്ലൂഡ് ആൻ എംപ്ലോയി ഓഫ് ദ പേഴ്സൺ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ് വിട്ടിരിക്കുന്നതെങ്കിൽ ആ എംപ്ലോയി ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതായത് ഒരു ഫേമിന് ഓതറൈസേഷൻ കിട്ടി എന്നിട്ട് എംപ്ലോയിയെ വിട്ടു, അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് ഓതറൈസേഷൻ കിട്ടി ഒരു എംപ്ലോയിയെ വിട്ടു, അത് പറ്റത്തില്ല. So represented, or a person carrying on a legal profession or a person carrying on the profession of accountancy. So ഇവരുടെ ഒന്നും എംപ്ലോയിയെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഫിലിം ആർട്ടിസ്റ്റ്. ഫിലിം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ ആരാണ് ഫിലിം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്? എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഹിസ് പ്രൊഫഷണൽ കപ്പാസിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ സിനിമാറ്റോഗ്രാഫ് ഫിലിം, വെദർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹിം ഓർ ബൈ അതർ പേഴ്സൺ. സോ അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെത്താൻ ചെയ്തതാകാം, അല്ലെങ്കിൽ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കാം. സോ പ്രൊഡ്യൂസേഴ്സ് ആർ ഇൻക്ലൂഡഡ്. ഇനി വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കും കിട്ടും. സിനിമാറ്റോഗ്രാഫ് ഫിലിം ആയിരിക്കണം, പ്രൊഫഷണൽ കപ്പാസിറ്റിയിലായിരിക്കണം ചെയ്യുന്നത്. ആരൊക്കെ വരും? ആൻ ആക്ടർ, ക്യാമറാമാൻ വരും, എ ഡയറക്ടർ, ഫിലിം ഡയറക്ടർ ജോഷി വരും, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. ഈ ഡയറക്ടേഴ്സിനെല്ലാം അസിസ്റ്റൻറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി കുട്ടികളുണ്ട്, ഭാവിയിൽ ഡയറക്ടർ ആകാനിരിക്കുന്ന ആളുകൾ, അവരും വരും. 44ADAയുടെ ബെനിഫിറ്റ് അവർക്കും കിട്ടും. മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറും ഇൻക്ലൂഡഡ് ആണ്. ആർട്ട് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ആർട്ട് ഡയറക്ടറും ഇൻക്ലൂഡഡ് ആണ്. ഡാൻസ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡാൻസ് ഡയറക്ടറും ഇൻക്ലൂഡഡ് ആണ്. എഡിറ്റർ. സോ ഇവർക്കെല്ലാം ഈ 44ADAയുടെ ബെനിഫിറ്റ് കിട്ടും. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ദ സൂപ്പർ സ്റ്റാർസ് ഓർ ദ ആക്ടേഴ്സ്. എ സിംഗർ, അയാളെയും പ്രൊഫഷണലായിട്ട്, ക്രിയേറ്റീവ് പ്രൊഫഷണലായിട്ട് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എ സിംഗർ. ലിറിസിസ്റ്റ്, എഴുതുന്നയാൾ, പാട്ട് എഴുതുന്നയാൾ. എ സ്റ്റോറി റൈറ്റർ, ആ സ്റ്റോറി ഉണ്ടാക്കുന്നയാളുണ്ടല്ലോ അയാൾക്ക്. എ സ്ക്രീൻ പ്ലേ റൈറ്റർ, തിരക്കഥ എഴുതുന്നയാൾ. ഡയലോഗ് റൈറ്റർ, സംഭാഷണം. എ ഡ്രസ് ഡിസൈനർ, ഈവൻ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ആളെയും അവിടെയും ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സോ ഫിലിം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ഇവരെല്ലാവരും വരും. സോ ദർ ആർ 13 items given in the list. Then company secretary. Company secretary is a person who is a member of the Institute of Company Secretaries of India in practice. In practice, why? It is business income ആണ്, പ്രൊഫഷണൽ ഇൻകം ആണ് നമ്മൾ പറയുന്നത്. ബിസിനസ് ഇൻകം 44ADയിലാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ പ്രൊഫഷണൽ ഇൻകത്തെ കുറിച്ചാണ് പറയുന്നത്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹം മെമ്പറായിരിക്കണം. സോ മെമ്പർ ആകുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് സർവീസസ് നടത്തി കിട്ടുന്ന ഫീസൊന്നും 44ADയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉള്ള പ്രൊഫഷണൽസിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. സോ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വേണം. നോട്ട് എലിജിബിൾ പേഴ്സൺ, ചില ആളുകൾക്ക് ഇത് കിട്ടത്തില്ല. ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചിലർക്ക് കിട്ടത്തില്ല. ഒന്ന്, ടീച്ചിങ് പ്രൊഫഷൻ. പ്രൊഫസർ. എങ്ങനെയാണ് പ്രൊഫസർ? ട്യൂഷൻ എടുക്കുന്നു. പകലിൽ പോയി കോളേജിൽ ജോലി ചെയ്യുന്നു, രാത്രി പോയി ട്യൂഷൻ എടുക്കുന്നു, ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നു. കൊമേഴ്ഷ്യൽ കോച്ചിങ് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഫേംസിന് ഇത് അവൈലബിൾ ആണ്, പാർട്ട്ണർഷിപ്പ് ഫേംസിന്.
അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തു, 4 പേര് കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തു, കൊമേഴ്ഷ്യൽ കോച്ചിങ് സെൻറ്റർ. അപ്പോൾ ഇവർക്ക് 44 ADA കിട്ടുമോ? കിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ പ്രൊഫഷനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പാർട്ട്ണർഷിപ്പ് ഫേമിന് കിട്ടിയാനെ, പക്ഷേ പ്രൊഫഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക്രിയേറ്റീവ് പ്രൊഫഷൻ എന്നതിനകത്ത് ടീച്ചിങ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ആക്ടിവിറ്റി ഓഫ് പ്രിപ്പയറിംഗ് കണ്ടന്റ് മെറ്റീരിയൽ. ഇപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടന്റ് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സിന് കണ്ടന്റ് മെറ്റീരിയൽ കൊടുക്കും, ബുക്ക് എഴുതാനായിട്ടുള്ള ഓതേഴ്സിന് കണ്ടന്റ് മെറ്റീരിയൽ കൊടുക്കും, ഓൺലൈനിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിറ്റീസിന് കണ്ടന്റ് മെറ്റീരിയൽ കൊടുക്കും. ഇങ്ങനെ കണ്ടന്റ് മെറ്റീരിയൽസ് കൊടുക്കുന്ന ആളുകളുണ്ട്. അവർ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളാണ്, അവരാണ് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രൊഫഷൻ ആൻഡ് 44 ADA ഈസ് നോട്ട് applicable. They are not eligible for getting the benefit of 44 ADA. Earning income in the nature of commission. So ഇത് നമ്മൾ ഈ പ്രിസംപ്റ്റീവ് ടാക്സിൻ്റെ സ്റ്റാർട്ടിങ് നോക്കിയാൽ അറിയാം, കമ്മീഷൻ മേടിക്കുന്നത് അതൊരു പ്രൊഫഷണൽ ഇൻകമായിട്ട്, ബിസിനസ് ഇൻകമായിട്ടോ പ്രൊഫഷണൽ ഇൻകമായിട്ടോ ഇവിടെ ഈ 44 ADAയിലോ 44 ADയിലോ വരുന്നില്ല. കമ്മീഷൻ. ഏണിംഗ് ഇൻകം ഇൻ ദ നേച്ചർ ഓഫ് ബ്രോക്കറേജ്. അപ്പം ബ്രോക്കറേജ് ആയിട്ടാണ് ഇൻകം വന്നിരിക്കുന്നത്. അവരെ ഒന്നും ഈ പ്രൊഫഷണൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, ബിസിനസ്സിലും ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. ഏജൻസി ബിസിനസ് നടത്തുന്ന ഏജൻസ് അവർക്ക് പറ്റുമോ? അവർക്കും പറ്റില്ല. Now, if the gross receipts is more than 50 lakhs, ഇതൊക്കെ ശരിയായിട്ട് വന്നു, പക്ഷേ ഗ്രോസ് റെസിപ്റ്റ്സ് 50 lakhs ക്രോസ് ചെയ്തു. അങ്ങനെയാണെങ്കിലും 44 ADA പറ്റില്ല, ബിക്കോസ് ദർ ഇസ് എ മോണിറ്ററി ലിമിറ്റ് ഓഫ് 50 lakhs. LLP പറ്റില്ല. പാർട്ട്ണർഷിപ്പ് ഫേം പറ്റും, പക്ഷേ LLP പറ്റില്ല. ട്രസ്റ്റ് പറ്റത്തില്ല, കമ്പനി പറ്റത്തില്ല. സോ 44 ADAയുടെ ബെനിഫിറ്റ് ഇവർക്കൊന്നും കിട്ടത്തില്ല. ക്രിയേറ്റീവ് പ്രൊഫഷണൽസിന് കിട്ടും, സെൽഫ് എംപ്ലോയ്ഡ് പ്രൊഫഷണൽസിന് കിട്ടും. Remember, what is the benefit? The benefit is you don't have to maintain the books of accounts and you don't have to audit your books of accounts. So it is simple. You can file ITR 4 if you are eligible under section 44 ADA. There are other two sections, 44 AD and 44 AE. The videos are coming. Subscribe this channel and like this video and share it with your friends.